വയനാട് ദുരന്തത്തിൽ മരിച്ച് തിരിച്ചറിയാനാകാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. ചാലിയാർ വനമേഖലയിലും പുഴയിലും പരിശോധന തുടരുന്നുണ്ട്. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് ഇന്ന് നടക്കും. സജോ ദേവസ്യ, ശ്രീജിത്ത്, ശ്രീകുമാരൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ, ഇന്നത്തെ തിരച്ചിലിന്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇന്നും 5 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഏതൊക്കെ മേഖലകളാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്? അനുജ, കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, ഒപ്പം കാന്തൻപാറ, അതായത് ഡൗൺ സ്ട്രീമിലെ വിവിധ മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ തുടരുന്നത്. അതേസമയം ഡൗൺ സ്ട്രീമിലെ പരിശോധനയായിരിക്കും കൂടുതൽ ഫലം ചെയ്യുക എന്നതാണ് നേരത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളൊപ്പം നാട്ടുകാരുമൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മുകൾ മേഖലകളിലേക്കൊക്കെ പലതവണ പരിശോധന പൂർത്തിയാക്കിയതാണ്, അല്ലെങ്കിൽ തിരച്ചിൽ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ താഴെ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസം അടക്കം ശരീരഭാഗങ്ങൾ കണ്ടെടുത്ത സ്ഥലങ്ങളിൽ തുടർച്ചയായി പരിശോധനകൾ നടത്തുന്നതാകും ഉചിതം. അതായത് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള പരിശോധനയായിരിക്കും കൂടുതൽ ഫലം ചെയ്യുക എന്നതാണ് ഒരു അഭിപ്രായമായി നാട്ടുകാരും ഒപ്പം ഇവിടെ എത്തിയ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞത്. NDRF സേനകളടങ്ങുന്ന 60 അംഗ സംഘത്തെ ആ മേഖലയിലേക്ക്, അതായത് ഡൗൺ സ്ട്രീം മേഖലകളിലേക്ക് മാത്രം പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം സന്നദ്ധ പ്രവർത്തകരെ മറ്റിടങ്ങളിലേക്ക്, അതായത് മുണ്ടക്കയുടെ മുകൾ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും സന്നദ്ധ പ്രവർത്തകരുടെ സേവനം കാര്യമായി തേടുന്നില്ല അധികൃതർ എന്നതാണ് അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം. ഇനി മുതൽ വിപുലമായ ഒരു തെരച്ചിലിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. അവർ പ്രധാനമായും ഈ സേനാ വിഭാഗങ്ങളെ ഒപ്പം അവരുടെ കൂട്ടത്തിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ കൂടി നിയോഗിച്ചുള്ള തിരച്ചിലുകളിലേക്ക് കടക്കുക, അതുമാത്രമായിരിക്കും ഫലം ചെയ്യുക. അതുകൊണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള വിപുലമായ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമില്ല. അവർ ഇതുവരെ നൽകിയ സേവനങ്ങളെ വിലമതിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മാത്രം അവരുടെ സാന്നിധ്യവും സേവനവും മതി എന്നാണ് അധികൃതർ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. തുടർന്ന് അങ്ങോട്ടേക്ക് ഏറ്റവും പ്രധാനമായും ഈ ദുർഘട മേഖലകൾ, അവിടെ പക്ഷേ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം തേടിയിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ച് സന്നദ്ധ പ്രവർത്തകരുടെ വിവിധ ഗ്രൂപ്പുകൾ കാര്യമായി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ആ മേഖലയെക്കുറിച്ച് അവർക്കറിയാം. ഒപ്പം ഈ സംഘത്തോടൊപ്പം ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമായ തിരച്ചിൽ സംഘത്തോടൊപ്പം അവരെയും കൂടി ചേർക്കും. ഒപ്പം ഈ മേഖലയിൽ സംശയമുള്ള ഇടങ്ങളിൽ ആളുകൾ അറിയിക്കുന്നതിനനുസരിച്ചും NDRF സംഘങ്ങൾ തിരച്ചിൽ നടത്തുന്നതിനിടയ്ക്ക് സംശയം തോന്നുകയാണെങ്കിൽ ആ ഇടങ്ങളിലേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് അവിടെയും തിരച്ചിൽ നടത്തും. ഇനിയിപ്പോൾ പക്ഷേ താഴ്ഭാഗത്ത് മാത്രമാണ് കുറച്ചധികം ദിവസങ്ങളായി ഈ മേഖലകളിലെ തിരച്ചിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്തിരുന്നില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് ഈ മുണ്ടേരി ഫാം ഉൾപ്പെടുന്ന മേഖലകളിലേക്കായിരിക്കും കുറെ കൂടി വിപുലമായ തിരച്ചിൽ. ഒപ്പം മറ്റിടങ്ങളിലും ആയിരിക്കും. ഈ മേഖലകളിൽ കാര്യമായി, അതായത് സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ഒട്ടും തന്നെ മുകൾ ഭാഗത്തേക്ക് ഇല്ല എന്നത് എടുത്തു പറയണം. പക്ഷേ അതേസമയം സേനാ വിഭാഗങ്ങളുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അവർ കഴിയാവുന്നിടത്തൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം നേരത്തെ ക്യാമ്പുകളിൽ നിന്ന് വന്നവർ, ഇവിടെ ബന്ധുക്കളെ നഷ്ടമായിട്ടുള്ള ആളുകളുമൊക്കെ ഇവിടെ എത്തി അവരുടെ അഭിപ്രായങ്ങളും മറ്റും അറിയിക്കുകയും അവർ സഹകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തുടർച്ചയായി അവരെ തിരച്ചിൽ പ്രക്രിയയുടെ ഭാഗമാക്കുന്നത് ഉചിതമാകില്ല എന്നൊരു അഭിപ്രായം നേരത്തെ പലരും പങ്കുവച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ആരായുക മാത്രമാണ് ചെയ്തത്. ഇനി ആരെങ്കിലും സന്നദ്ധരായി വരികയാണെങ്കിൽ അവരെ കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് അവരെ ഇതിനുവേണ്ടി ഇത്തരം തെരച്ചിൽ പ്രക്രിയയിലേക്ക് നിർബന്ധിച്ച് അവരെ എത്തിക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. എന്ന് മാത്രമല്ല, പുനരധിവാസം അടക്കമുള്ള മറ്റു പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കേണ്ടതുണ്ട്. ക്യാമ്പുകളിലടക്കം പലതരം പുനരധിവാസത്തിൻ്റെ ഭാഗമായ, തുടർന്ന് അങ്ങോട്ടേക്ക് അതിജീവന പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം അവർ നൽകിയ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തിരച്ചിൽ യന്ത്രസഹായത്തോടെയും ഒപ്പം ഈ മുണ്ടേരി ഫാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്താൽ തന്നെ അത് എയർലിഫ്റ്റ് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം ഇടങ്ങളിൽ ഹെലികോപ്റ്റർ സഹായം കൂടി തേടും വിധമുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അത്തരം ഇടങ്ങളിലും അങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ തിരച്ചിൽ ദൗത്യം ഏതായാലും സജീവമായി തന്നെ തുടരുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യം ചൂരൽമലയുടെ മുകൾ ഭാഗത്തേക്ക് ഇല്ല, അത് വേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുകയും അവരെ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അവരോട് ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ മാത്രം ടീമിനൊപ്പം ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഇടങ്ങളിലൊക്കെ തിരച്ചിൽ പ്രക്രിയ സജീവമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഡൗൺ സ്ട്രീം മേഖലയിൽ, പ്രത്യേകിച്ച് മുണ്ടേരി ഫാം, കാന്തൻപാറ, പരപ്പൻപാറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലായിരിക്കും ഇപ്പോൾ കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള എത്തിപ്പെടുന്നതിന് തന്നെ വളരെ ദുർഘടമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിപുലമായ തിരച്ചിൽ നടക്കുന്നത്. മറ്റിടങ്ങളിലും NDRFും ഫയർഫോഴ്സും പോലീസും ചേർന്നുള്ള തിരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം യന്ത്ര സഹായം കൂടി, അതായത് വിവിധ മണ്ണുമാന്തി യന്ത്രങ്ങൾ, അത് സന്നദ്ധ സംഘടനകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങൾ സേവനമായി ചെയ്യുന്നതാണ്. അവരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. അനുജ, സജോ, ഇപ്പോൾ ഈ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് വീണ്ടെടുക്കുന്നതിനുള്ള പ്രക്രിയകളിലേക്കൊക്കെ പോവുകയാണല്ലോ. അത് ഏതൊക്കെ ഇടങ്ങളിലാണ് ഇന്നിപ്പോൾ അതിന് പ്രത്യേക ക്യാമ്പ് നടത്തുന്നത്?
അത് ആരംഭിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെയാണ്? ഇതിനോടകം തന്നെ ചില വീടുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിലേക്കൊക്കെ കടക്കുന്നുണ്ട്. ആ പ്രക്രിയ എവിടെ വരെ ആയിട്ടുണ്ട് ഇപ്പോൾ? അനുജ, ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി നിലവിൽ 253 വാടക വീടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ വിവിധ ആളുകൾ സന്നദ്ധത അറിയിച്ചത്, സർക്കാർ പ്രതിനിധികൾ നേരിട്ട് പോയി കണ്ടെത്തിയത് എന്നിവയടക്കം 253 വാടക വീടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം 100ഓളം വീടുകൾ വിവിധ സന്നദ്ധ ഗ്രൂപ്പുകൾ, വ്യക്തികൾ, സംഘടനകൾ, അങ്ങനെ അഡീഷണൽ ആയി ഒരു 100ഓളം വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ വിട്ടു നൽകാനായി സന്നദ്ധതയെ അറിയിച്ചിട്ടുണ്ട്. ഇത് ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഈ താൽക്കാലിക പുനരധിവാസം സംബന്ധിച്ച് ഒരു കൃത്യമായ തീരുമാനം എടുക്കുക. അതിനായി 14 ക്യാമ്പുകളിലും, അതായത് ക്യാമ്പുകളിലെല്ലാം ഒരു സർവേ എന്ന നിലയ്ക്ക് ആളുകളുടെ അഭിപ്രായം, അവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് പ്രയാസം ഉള്ള തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് പ്രത്യേക സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെയാണ് താമസിക്കേണ്ടത്, ഉദാഹരണത്തിന് ദൂരേക്ക് പോയി താമസിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളുണ്ട്, ചിലർക്ക് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ കൂടുതൽ കെട്ടിടങ്ങൾ പുറത്ത്, ഈ പഞ്ചായത്തിന് പുറത്തേക്കും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്ര ഇടങ്ങളിൽ സന്നദ്ധരായവർക്ക് അങ്ങോട്ടേക്ക് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് കൽപ്പറ്റ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലേക്ക് കണ്ടെത്തിയിരിക്കുന്ന കെട്ടിടങ്ങളിൽ താമസിക്കാൻ സന്നദ്ധത അറിയിച്ചവർക്ക് അങ്ങോട്ടേക്ക് പോകാം. ഒപ്പം ആരുമില്ലാതായ ഒറ്റയ്ക്ക് ആയിപ്പോയ കുറേയധികം പേരുണ്ട്, അവരെ ഏതായാലും തനിച്ച് താമസിപ്പിക്കേണ്ടതില്ല. അവർക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അവരുടെ ഒരു ഗാർഡിയനായി നിയോഗിക്കും എന്നതുമാണ് നേരത്തെ സർക്കാർ അറിയിച്ചൊരു കാര്യം. ഒപ്പം ഈ വാടക വീടുകളിലേക്കൊക്കെ മാറുമ്പോൾ അവർക്ക് അവിടെ പ്രത്യേകിച്ച് അവിടെ താമസിക്കാനായിട്ട് ഫർണിച്ചർ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക കിറ്റ് കൂടി നൽകേണ്ടതുണ്ട്. അതിനുകൂടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ രേഖകളെല്ലാം, അതായത് പലർക്കും ഉറ്റവരെയും വീടും സ്വത്തുവകകളും അതിനോടൊപ്പം അവരുടെ എല്ലാ രേഖകളും നഷ്ടമായിട്ടുണ്ട്. അത് ഈ ക്യാമ്പുകളിൽ അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കുകയാണ്. അതായത് ഓരോ ക്യാമ്പുകളിലും അതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്ന നിലയ്ക്ക് ഒരു ഡെസ്ക് ക്രമീകരിക്കുന്നു. അവിടെ ഈ IT മിഷൻ്റെയും ഒപ്പം അക്ഷയ കേന്ദ്രങ്ങളുടെയും ഒക്കെ പ്രതിനിധികളെ അങ്ങോട്ടേക്ക് എത്തിക്കും. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളിലെയും റവന്യൂ വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ കൂടി ഈ സ്ഥലത്തേക്ക് തന്നെ നിയോഗിക്കുകയാണ്. അങ്ങനെ നിയോഗിക്കുന്ന ആളുകൾ, അവിടെ ക്യാമ്പിലുള്ള ആളുകൾക്ക് നേരിട്ട് അവരുടെ അപേക്ഷ അവിടെ തന്നെ നൽകാൻ കഴിയും. അത് നേരിട്ട്, അതായത് അവർക്ക് ഇതിനുവേണ്ടി രേഖകൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവരെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പലതരം പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ക്യാമ്പുകളിൽ തന്നെ, അതായത് ഉള്ള ആളുകൾ ക്യാമ്പുകളിൽ തന്നെ, അപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ള ആളുകൾക്കും അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അവരുടെ പേര് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്യാമ്പ് ഡയറക്ടർമാരെ നേരിട്ട് സമീപിച്ചാൽ ഈ കാര്യത്തിലുള്ള അവർക്ക് സഹായങ്ങൾ ലഭ്യമാകും. പുറത്ത് താമസിക്കുന്നവർക്കാണ് അവർ ഏത് ക്യാമ്പിലാണോ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് അവർക്കറിയാം. ക്യാമ്പുകളിൽ കൂടി അവരുടെ ഓരോരുത്തരുടെയും ബന്ധപ്പെട്ട കൺസേൺ ഒരു ക്യാമ്പിൻ്റെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അടുത്ത് ചെന്നാൽ ഇത് സംബന്ധിച്ച സഹായം അവർക്ക് ലഭ്യമാകും. എല്ലാ രേഖകളും തന്നെ മിക്കവാറും ആളുകൾക്ക് എല്ലാ തിരിച്ചറിയൽ രേഖകളും നഷ്ടമായിട്ടുണ്ട്. ഒപ്പം സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. ഇവയ്ക്കായുള്ള അപേക്ഷകൾ പൊതുവായി പട്ടിക തയ്യാറാക്കുക. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രത്യേകമായി തന്നെ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വകുപ്പുകളും ഏകോപനത്തോടു കൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രം പ്രത്യേക ഒരു സംവിധാനം ഒരുക്കി എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതുകൂടി ഇന്ന് ആരംഭിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് അതും വിപുലമായി തന്നെ തുടരും. അവർക്ക് ഈ രേഖകളൊക്കെ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ, രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അത് ലഭ്യമാക്കാനുള്ള ക്യാമ്പ് അത് തുടങ്ങുന്നു. ഒപ്പം തന്നെ താത്കാലിക പുനരധിവാസത്തിലേക്കുള്ള നടപടികൾക്ക് ഇതിനോടകം തന്നെ അധികൃതർ അത് തുടങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആളുകളുടെ സൗകര്യാർത്ഥം അത്തരത്തിലേക്ക് അവരെ മാറ്റുന്നതിലേക്കൊക്കെ അധികൃതർ കടക്കും വരും ദിവസങ്ങളിൽ. ഇനി നമ്മൾ പോകുന്നത് ചൂരൽമലയിലേക്കാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ചൂരൽമലയിൽ മുകളിലേക്കൊക്കെയുള്ള ഭാഗങ്ങളിൽ തെരച്ചിലുണ്ട്. ഇന്നും ആകെ 5 മേഖലകളായി തിരിച്ചുള്ള പരിശോധനയാണ്. പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകർ ഇല്ലാതെയുള്ള തിരച്ചിൽ, പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ, ചൂരൽമലയിൽ ഇപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നൽകാനുണ്ട്? അനുജ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കഴിഞ്ഞ ബുള്ളറ്റിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കുറവ് ഉണ്ട്. ഏതാനും ചില DYFI പ്രവർത്തകരും കുറച്ച് സേവാഭാരതി പ്രവർത്തകരും കുറച്ച് SYSന്റെ പ്രവർത്തകരും, അങ്ങനെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ചൂരൽമലയിലും അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലേക്കും എത്തിയിട്ടുള്ളത്. DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് അവരുടെ കുറച്ച് പ്രവർത്തകരുമായി, യൂത്ത് ബ്രിഗേഡുമായി ഒരു മേഖലയിലേക്ക് പോയിട്ടുണ്ട്. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ പോയിന്റ് ബൈ പോയിന്റ്, സൈന്യമോ അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചില പോയിന്റുകളുണ്ട്, ആ മേഖലയിൽ തെരച്ചിൽ നടക്കുന്ന സംഘത്തോടൊപ്പം ചേരുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കാടടച്ചുള്ള വൈഡായിട്ടുള്ള ഒരു തെരച്ചിൽ, ഞായറാഴ്ച കഴിഞ്ഞ ദിവസമൊക്കെ നടന്നതുപോലെ ഒരു ജനകീയ തെരച്ചിൽ എന്തായാലും വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ഇനി പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ. ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞിരുന്നു അത് പന്തൻപാറ മേഖലയിൽ, പരപ്പൻപാറ മേഖലയിൽ ഒക്കെയാണ്, സൂചിപ്പാറ മേഖലയിലൊക്കെയാണ് അത്തരത്തിൽ ഒരു സംഘമായി പോയി അവിടെ പോയി മൃതദേഹം ഉണ്ടോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം
കൊണ്ടുവരിക, ആ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇന്ന് കുറച്ച് DNA പരിശോധനാ ഫലം വരാനുണ്ട്. അല്പസമയം മുൻപ് ഞാൻ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് കുറച്ച് DNA പരിശോധനാ ഫലം ഇപ്പോൾ പക്കലുണ്ട്. അത് ഈ ക്യാമ്പിലുള്ള ആളുകളുമായി ഒത്തുനോക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ അത് ഏതാണ്ട് 71% വരും. പോലീസ് ലാബിൽ നിന്ന് ഈ ക്യാമ്പിലുള്ള ആളുകളുടെ പരിശോധനാ ഫലം കൂടി ഒത്തുനോക്കും. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ശരീരഭാഗങ്ങൾ ആരുടെയെങ്കിലും ആണോ അല്ലെങ്കിൽ ഉറ്റവരുടെയും ഉടയവരുടേതുമാണോ എന്ന് തിരിച്ചറിയാനാകുമെന്നാണ്, ഒരു പരിധിവരെ തിരിച്ചറിയാനാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ കൂടുതൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയും, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടുതൽ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മേഖലയിൽ കാര്യമായ രീതിയിലുള്ളൊരു പരിശോധന, ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല മേഖലയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാമറമാൻ US മനീഷ് ഒന്ന് പാൻ ചെയ്യും. അവിടെ കുറച്ച് NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സേനാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ മറ്റൊരു മേഖലയിലേക്ക് ഒരു പോയിന്റ് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മേഖലയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. ഇത് കൂടാതെ ചൂരൽമല ന്യൂ വില്ലേജ് പരിസരത്താണ് കാര്യമായ രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 മൃതദേഹം, അതായത് 3 ദിവസങ്ങൾക്ക് മുൻപ് 2 മൃതദേഹം ഏതാണ്ട് 50 മീറ്റർ പരിസരത്ത് വ്യത്യാസത്തിൽ കണ്ടെടുത്ത മേഖലയാണ് ചൂരൽമല വില്ലേജ് പരിസരം. അവിടെ എന്തായാലും കുറച്ച് NDRFിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും കുറച്ച് DYFI പ്രവർത്തകരും അവിടെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ഏതാണ്ട് ചെളിക്കൂമ്പാരമാണ്, ഈ പറയുന്ന പോലെ മണ്ണും അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളും അതുപോലെ മരത്തടികളും വന്നടിഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ കുറച്ച് മൃതദേഹങ്ങൾ അടിയാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ അവിടെ പെട്ടുപോയിട്ടുണ്ടാകാം മണ്ണിനടിയിൽ എന്നൊരു നിഗമനത്തിലാണ് അത്തരത്തിലൊരു പരിശോധനയിലേക്ക് അവർ കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധനകളുടെ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് എന്ന് പറയാൻ കാരണം, ഇനിയൊരു കാടടച്ച് അല്ലെങ്കിൽ ഒരു ജനകീയമായി ആളുകൾ ഇറങ്ങിത്തിരയേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അത് മുഴുവൻ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പാറക്കെട്ടുകൾക്കിടയിൽ ദുഷ്കരമായ കാടിനുള്ളിൽ അത്തരത്തിലുള്ള തിരച്ചിലാണ് ആവശ്യം. അത് മന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഈ DNA പരിശോധനാ ഫലം വരുന്നതോടുകൂടി ഈ കാണാതായ ആളുകളുടെ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാവും എന്നൊരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിലാണുള്ളത്. ആ മേഖലയിലൊക്കെ നിരവധി വീടുകൾ നിന്നിരുന്ന പ്രദേശമാണ് നമ്മുടെ ക്യാമറമാൻ VS മനീഷ് ഇപ്പോൾ കാണുന്നത്. അവിടെയൊക്കെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ആയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഇസഹാക്ക് എന്ന ഒരു ചെറുപ്പക്കാരൻ മുണ്ടക്കൈ മേഖലയിൽ വെച്ച് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഇസാക്കിന്റെ പൊട്ടിക്കരച്ചിൽ അവനെ ആശ്വസിപ്പിക്കാനാകാതെ ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന വനമന്ത്രിയും സമാനമായ രീതിയിൽ വിങ്ങിപ്പൊട്ടുന്ന അല്ലെങ്കിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി കൃത്യമായ രീതിയിൽ അത് വേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലും ഉള്ളത്. എന്തായാലും തിരച്ചിലിന്റെ ഒരു അവസാന ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നമുക്കിനി നോക്കാനുള്ളത് ഏതെങ്കിലും പാറക്കൂട്ടങ്ങൾക്കിടയിൽ, നമ്മൾ നേരത്തെ നോക്കിയ സ്ഥലങ്ങളിൽ ഏതെങ്കിലും പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് ഇനിയും കാണാതായവരെ കണ്ടെത്താനുള്ള പരിശോധന, തിരച്ചിൽ അത് നടക്കുന്നുണ്ട്. 5 മേഖലകളായി തിരിച്ച് പലയിടങ്ങളിലും സന്നദ്ധ പ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ട് സൈന്യത്തിന്റെയും NDRFിന്റെയും പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ഒപ്പം തന്നെ രേഖകൾ നഷ്ടമായവർക്ക് അത് വീണ്ടെടുക്കാനുള്ള ക്യാമ്പ് ഇന്ന് നടക്കും. DNA പരിശോധനാ ഫലം പുറത്തുവിടും എന്നുള്ളതാണ് ഇതിൽ മരണമടഞ്ഞവരുടെ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടിയാണ് ഇന്ന് വയനാട്ടിൽ നിന്നുണ്ടാകുന്നത്. എന്ത് എന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.